ഹലോ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആണ്. പറയൂ. പിന്നെ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തെ ഇന്നുണ്ടാവോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അങ്ങനെ വിതരണം തുടങ്ങി 2 മാസം മാത്രം വിതരണം ചെയ്ത് വീണ്ടും 3-ാമത്തെ മാസം കുടിശ്ശികയായിരിക്കുകയാണ്. ഇന്ന് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സേവന പെൻഷൻ വിഭാഗത്തിൽ വിളിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത് ഈ മാസം ഇതിന്റെ ഉത്തരവ് ഇതുവരെ വന്നില്ല. സർക്കാർ ഓർഡറുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ വിതരണം ചെയ്യാനാകില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. ഭരണം നിലവിലുള്ള സർക്കാർ തുടരുമോ അതോ മറ്റൊരു സർക്കാർ വരുമോ എന്നൊക്കെ നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമായിരിക്കുമോ ഇനി വിതരണം ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പറയാൻ അവകാശമില്ല എന്നാണ് അവിടെ നിന്നും ഉദ്യോഗസ്ഥ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിളിച്ച ഫോൺ കോൾ ഒന്ന് കേൾക്കുക. ഹലോ, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആണ്. പറയൂ. പിന്നെ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തെ ഇന്നുണ്ടാവോ? അതിന്റെ ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. ഈ മാസം കുടിശ്ശികയാവും അല്ലേ? അപ്പൊ ചിലപ്പോ കഴിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. ഓർഡർ വന്നാലേ കൊടുക്കുള്ളൂ. സർക്കാർ പാറിന്റെ ശേഷം ഉണ്ടാവുള്ളൂ ആയിരിക്കും അല്ലേ? സാധ്യത അങ്ങനെയാവും. അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അധികാരമില്ല. ഹോൾഡ് ചെയ്യണേ. വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല ഒന്നുമില്ല. ശരി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയായിരുന്നു 35 മുതൽ 60 വയസ്സ് വരെയുള്ള പാവപ്പെട്ട BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ. വിതരണം തുടങ്ങിയത് തന്നെ ഫെബ്രുവരി മാസത്തിലാണ്. നിയമസഭാ ഇലക്ഷന് മുമ്പ് വിതരണം തുടങ്ങി. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആദ്യ വിതരണം തുടങ്ങി. പിന്നീട് മാർച്ച് മാസത്തിൽ ഒരു ഗഡു കൂടി വിതരണം ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഏപ്രിൽ മാസത്തേത് ലഭിക്കേണ്ടത്. അതിനുശേഷമുള്ള തുകയുടെ മാസം അവസാനിക്കുമ്പോഴും ഏപ്രിൽ മാസത്തെ തുക ഇല്ല എന്നുള്ളത് വളരെ സങ്കടമാണ്. ഒരുപാട് തവണ പല രേഖകളും ഉണ്ടാക്കാൻ ഒരു വെയിലത്ത് പോയി ക്യൂ നിന്നും അക്ഷയ കേന്ദ്രങ്ങളിൽ വരി നിന്നും നേടി എടുത്തിട്ടുള്ള അപേക്ഷ നൽകി ഈ ഒരു 1000 രൂപ പ്രതീക്ഷയോടുകൂടി വാങ്ങാൻ കാത്തിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ കനത്ത തിരിച്ചടി തന്നെയാണ് സർക്കാരിന്റെ അവസാന നാളുകളിൽ നൽകുന്നത് എന്നാണ്. പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. ഇനി പുതിയ സർക്കാർ, നിലവിലെ സർക്കാർ വന്നാലും മറ്റൊരു സർക്കാർ വന്നാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ എങ്ങനെയാണ് അത് തുറന്നും ലഭിക്കുമോ എന്നുള്ളതും ആശങ്കയോടെ കാണേണ്ടതാണ്. കാരണം ഇത് പ്രഖ്യാപിച്ച് വിതരണം ചെയ്ത് തുടങ്ങിയ സർക്കാർ തന്നെ ഇത് നിർത്തലാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സൂചനകളായിട്ട് ലഭിക്കുന്നത്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ അത് നിർത്തലാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 4 ദിവസം, അതായത് മെയ് 1-ാം തീയതി എന്തായാലും ലഭിക്കില്ല. 2, 3, 4 തീയതികളിൽ, 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് ആണ്. 2, 3 തീയതികളിൽ ഇത് ലഭിക്കുകയാണ് എങ്കിൽ അത് ഈ ഏപ്രിൽ മാസത്തേതും കുറച്ച് വൈകിയാണെങ്കിലും കിട്ടി എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആ ദിവസങ്ങളിലും കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള വഞ്ചനയാണ് ഈ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ കാട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് വിതരണം തുടങ്ങി 3-ാമത്തെ മാസം തന്നെ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.